നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. പൾസർ സുനി അടക്കം 6 പ്രതികൾ കുറ്റക്കാരാണെന്നും എറണാകുളം സെഷൻസ് കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ 12-ന് വിധിക്കും. ദിലീപിനെതിരെ ചുമത്തിയ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ 2 കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ദിലീപിനെ വെറുതെ വിടുന്നതായി ജഡ്ജി ഹണി എം വർഗീസ് ഉത്തരവിട്ടു. കോടതിക്ക് പുറത്ത് കാത്തുനിന്ന ആരാധകരെ അഭിവാദ്യം ചെയ്ത് പുറത്തിറങ്ങിയ ദിലീപ് തന്നെ കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന് പ്രതികരിച്ചു. ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. 7-ാം പ്രതി ചാർലി തോമസ്, മേസ്തിരി സനിൽ, ശരത്ജി നായർ എന്നിവരെയും കോടതി വെറുതെ വിട്ടു. 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി ബി മണികണ്ഠൻ, 4-ാം പ്രതി വി പി വിജീഷ്, 5-ാം പ്രതി വടിവാൾ സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഈ മാസം 12-ന് പ്രഖ്യാപിക്കും. മീഡിയ 1 കൊച്ചി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ കോടതിയിൽ നിന്ന് അഹമ്മദ് മുജ്തബയുണ്ട്, നടരാജ് പരശുരാം, ഒപ്പം എം കെ ഷുക്കൂർ എന്നിവർ വിവരങ്ങൾ നൽകും. ആദ്യം മുജ്തബയിലേക്കാണ്. മുജ്തബ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വിധി വന്നപ്പോൾ ആദ്യ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് എന്തിന് ഈ കുറ്റകൃത്യം നടത്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. കാരണം ഗൂഢാലോചന നടത്തിയത് ദിലീപാണ്. ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ആ വിധിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വിധി പകർപ്പ് ലഭിക്കുന്നുണ്ടോ, എന്തുകൊണ്ട് കോടതി അത്തരമൊരു നിരീക്ഷണത്തിലേക്ക്, അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളത് വിശദമാകണമെങ്കിൽ ഒരുപക്ഷെ വിധി പകർപ്പ് ലഭിക്കേണ്ടതുണ്ട്. കോടതി വിധിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെ മുസ്തഫ? ജിൽസി, 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, അതിൽ സുനിലുണ്ട്, മാർട്ടിൻ ആന്റണി ഉണ്ട്, മണികണ്ഠനുണ്ട്, വിജീഷ് ഉണ്ട്, വടിവാൾ സലീമുണ്ട്, പ്രദീപുണ്ട്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ മുഴുവൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെടുന്നു. അതിനുശേഷം പിന്നീട് പ്രതി ചേർക്കപ്പെട്ട ചാർലി തോമസ്, ദിലീപ്, സനിൽകുമാർ, ശരത്ത് ഉൾപ്പെടെയുള്ള ബാക്കി 4 പ്രതികൾ കുറ്റവിമുക്തരാക്കുന്നു. അവരെ കോടതി കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി വെറുതെ വിടുകയും ചെയ്യുന്ന സാഹചര്യം. ഈ കേസിനകത്ത് പ്രധാനമായി നോക്കേണ്ട ഒരു കാര്യം, ക്രിമിനൽ ഗൂഢാലോചനയായിരുന്നു ഏറ്റവും വളരെ പ്രധാനമായി ദിലീപിനെതിരെ ചുമത്തിയിരുന്ന കുറ്റം. അങ്ങനെ ഒരു കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാത്രമാണ് ദിലീപ് ഇതിനകത്ത്, അല്ലെങ്കിൽ ഈ മറ്റു ചില വകുപ്പുകൾ കൂടിയുണ്ട്, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ. അങ്ങനെ ഈ 2 കുറ്റങ്ങളും തെളിയിക്കപ്പെടുകയെങ്കിൽ മാത്രമാണ് മറ്റു ചില ആളുകൾ പോലെ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ പോലെ തന്നെ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ അകത്തു പോവുക എന്ന കാര്യം നേരത്തെ തന്നെ അറിയാവുന്നതാണ്. നിയമവിദഗ്ധരും അക്കാര്യം പറയാണ്. 120B എന്ന് പറയുന്ന ഗുരുതരമായ വകുപ്പ്, ആ ഗൂഢാലോചന തെളിയിക്കപ്പെടുകയാണെങ്കിൽ നേരത്തെയുള്ള 376D എന്ന് പറയുന്ന കൂട്ടബലാത്സംഗത്തിന്റെ തുല്യമായ വകുപ്പ്, അത്തരം ഒരു കേസ് ഇവർക്കെതിരെ സംശയാതീതമായി തെളിയിക്കപ്പെടുകയാണെങ്കിൽ ചുമത്തപ്പെടുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല. അതായിരുന്നു ഏവരും ഉറ്റുനോക്കിയിരുന്നത്. ഗൂഢാലോചന കുറ്റം തെളിയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അവിടെയാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ദിലീപിനെതിരെയുള്ള വകുപ്പുകൾ പൂർണ്ണമായും 2 പ്രധാനപ്പെട്ട കേസുകൾ, 1 തെളിവ് നശിപ്പിക്കലും 2 ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ തെളിവുകളുടെ അഭാവത്തിൽ പ്രോസിക്യൂഷൻ നൽകിയ കുറ്റപത്രം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജഡ്ജി വിടുന്നത്. അപ്പോഴും പ്രസക്തമാകുന്ന ചോദ്യം, പിന്നെ ആരാണ് ഈ കുറ്റകൃത്യം നടത്തിയത്, എന്തായിരുന്നു അതിന്റെ മോട്ടീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ കുറ്റകൃത്യത്തിന്റെ ആഴവും പരപ്പും ഉൾപ്പെടെ പരിശോധിച്ച് വളരെ വിശദമായ ഒരു വിധി പകർപ്പ് ഇനി കോടതിയിൽ നിന്ന് വരാനുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 12-ാം തീയതി ശിക്ഷാവിധി കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും ഒരുപക്ഷെ അത് അപ്ലോഡ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യം ആദ്യം ഒരു ഫീൽ ഗിൽറ്റി എന്ന് പറയുന്ന ഒരു വിധി പകർപ്പും അതിനുശേഷം പിന്നീട് മറ്റ് ശിക്ഷ എന്താണെന്നുള്ള വിധി പകർപ്പും വെവ്വേറെ വരാൻ സാധ്യതയില്ല. എന്തായാലും അതിന് 12-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. നിലവിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കാക്കനാട് ജയിലിലേക്ക് അയക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. അവരെ എല്ലാവരും ബെയിലിലായിരുന്നു, ജാമ്യത്തിലായിരുന്നു. അവരുടെ ജാമ്യം റദ്ദാക്കുകയും അവരെ കോടതി കസ്റ്റഡിയിലെടുത്ത് പോലീസിന്റെ കസ്റ്റഡിയിൽ നൽകി ജയിലിലേക്ക്, ജില്ലാ ജയിലിലേക്ക് അയക്കുകയുമാണ്. ഇപ്പോൾ അവരുടെ വൈദ്യപരിശോധനാ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 12-ാം തീയതി അവരുടെ ശിക്ഷാവിധിയിൽ വാദം കേട്ട ശേഷമായിരിക്കും അന്തിമമായി കോടതി ഈ വിഷയത്തിൽ ഒരു ശിക്ഷ എന്താണെന്ന് പറയുക. 1 മുതൽ 6 വരെയുള്ള
പ്രതികളുടെ മുഴുവൻ കുറ്റങ്ങളും കോടതി ശരിവെക്കുന്നു. അത് കണ്ടെത്തുന്നതിൽ, അത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങളെ കോടതി ശരിവെക്കുന്നു. പക്ഷേ 7 മുതൽ 8, 9, 10 വരെയുള്ള 4 പ്രതികളെ കോടതി വെറുതെ വിടുന്നു. അവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളുണ്ട്. അത് ഈ ക്രിമിനൽ ഗൂഢാലോചന, അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ, അവരെ ഒളിവിൽ താമസിക്കൽ, IT വകുപ്പ് ഉൾപ്പെടെയുള്ള നിരവധി കുറ്റങ്ങളുണ്ട്. അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പ്രോസിക്യൂഷന്റെ, പോലീസിന്റെ, കുറ്റപത്രത്തിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് ജഡ്ജി തന്നെ കോടതിയിൽ ഈ ഇന്നത്തെ വിധി പറയുമ്പോൾ അത് വ്യക്തമായി തന്നെ പറയുകയും ചെയ്യുന്നു. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ദിലീപ് തനിക്കെതിരെയാണ് ചില ഗൂഢാലോചനകൾ നടത്തിയത്. മഞ്ജു വാര്യർ ഈ കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞോ അന്നു മുതൽ ഇങ്ങോട്ട് തന്നെ കൊടുക്കാൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും ചില മാധ്യമ പ്രവർത്തകരും ചില തൽപര കക്ഷികളും ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. പക്ഷേ തനിക്കതിൽ പങ്കില്ല എന്ന് കോടതി കണ്ട് തന്നെ വെറുതെ വിട്ടു എന്ന ആദ്യ പ്രതികരണം നടത്തി ആരാധകരെ അഭിവാദ്യം ചെയ്ത് ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. യെസ്, മുജിതബ, ഇതൊക്കെയാണെന്ന് നമ്മൾ കോടതിക്ക് പുറത്ത് കണ്ട ദൃശ്യങ്ങൾ. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദിലീപിനെതിരെ ചുമത്തപ്പെട്ട 2 പ്രധാനപ്പെട്ട കുറ്റം. അത് ക്രിമിനൽ ഗൂഢാലോചന, മറ്റൊന്ന് തെളിവ് നശിപ്പിക്കൽ. ഇതിന് രണ്ടിനും കൃത്യമായി തെളിവുകൾ നൽകാൻ പോലീസിനും പ്രോസിക്യൂഷനും കഴിഞ്ഞിട്ടില്ല എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇനിയിപ്പോൾ വിധിപ്പകർപ്പ്, അതിന്റെ വിശദമായ വിധിപ്പകർപ്പ് വന്ന ശേഷമാണ് കോടതി എന്തുകൊണ്ട് ഈ വിധിയിലേക്ക് എത്തി എന്ന് പറയുക. അതിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരും. ശിക്ഷാവിധി കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അഹമ്മദ് മുജിതബ നൽകുന്നത്. മഞ്ജു വാര്യർക്കും അന്വേഷണ സംഘത്തിനും എതിരെയായിരുന്നു കുറ്റവിമുക്തനായി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ദിലീപിന്റെ ആദ്യ പ്രതികരണം. മഞ്ജു പറഞ്ഞിടത്ത് നിന്നാണ് തനിക്കെതിരായ കേസിന്റെ തുടക്കമെന്ന് ദിലീപ് ആരോപിച്ചു. അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച റിട്ടയർഡ് DGP ബി സന്ധ്യയ്ക്കും പരോക്ഷ വിമർശനങ്ങളുണ്ടായി ദിലീപിന്റെ ഭാഗത്തുനിന്ന്. ഇത് അന്തിമ വിധിയല്ല എന്നാണ് ബി സന്ധ്യയുടെ പ്രതികരണം. ആഹ്ലാദത്തോടെയും ആശ്വാസത്തോടെയും കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന ദിലീപ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ അവഗണിച്ച് മഞ്ജു വാര്യർക്കെതിരെയാണ് ആദ്യ പ്രതികരണം നടത്തിയത്. പോലീസ് അന്വേഷണ സംഘത്തെയും കുറ്റപ്പെടുത്തി. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്, ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധി അന്തിമമല്ലെന്ന് ബി സന്ധ്യ പ്രതികരിച്ചു. ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല. തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല. മേൽക്കോടതികൾ ഉണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ദിലീപിനെതിരെ നടന്ന ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ നിയമപരമായി നീങ്ങുമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ബി രാമൻപിള്ള പറഞ്ഞു. ഒരു സീനിയർ ഉദ്യോഗസ്ഥയ്ക്ക് പങ്കുണ്ടെന്ന എന്റെ ഒരു വിശ്വാസം. 3 കൊല്ലം ഒരു അന്തിമ റിപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഒറ്റ ഉദ്ദേശം, മീഡിയ വൺ, കൊച്ചി. യെസ്, അപ്പോൾ അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ പ്രതികരണം കൂടിയാണ് നമ്മൾ കണ്ടത്. അതായത് ദിലീപിനെതിരെ നടന്ന ഗൂഢാലോചനയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക്, അതായത് ബി സന്ധ്യയ്ക്ക് പങ്കുണ്ടെന്നാണ് തന്റെ വിശ്വാസമെന്നാണ് ദിലീപിന്റെ അഭിഭാഷകൻ. യെസ്, ഇപ്പോൾ ദിലീപ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ദിലീപ് ആലുവയിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി ആരാധകർ ദിലീപിനെ അഭിവാദ്യം ചെയ്യുന്നതാണ് അപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കോടതിക്ക് പുറത്തും ദിലീപിന്റെ ആരാധകരുടെ പിന്തുണ ദിലീപിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ അത്തരത്തിലൊരു കാഴ്ച തന്നെയാണ് ആലുവയിലെ ദിലീപിന്റെ വീട്ടിന് പുറത്തും കാണാൻ കഴിയുന്നത്. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, അവിടെ ദിലീപ് വീട്ടിന് മുന്നിലെത്തിയിരിക്കുന്നു. ആരാധകരുടെ ബഹളമാണോ കേൾക്കുന്നത്? വലിയ സ്വീകരണമാണ് ആരാധകർ നടൻ ദിലീപിന് നൽകുന്നത്. കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം അദ്ദേഹം ഇപ്പോൾ ആലുവയിലെ തന്റെ വീട്ടിലേക്ക് നടന്നു കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സാധാരണ ഇവിടെ എത്തി ഗേറ്റിനടുത്ത് വന്ന്
നടരാജ് പരശുരാം ആലുവയിലെ ദിലീപിന്റെ വീടിന് മുന്നിൽ നിന്ന് നടരാജ് രാവിലെയും അവിടെ ഉണ്ടായിരുന്നു 7 മണിയോടെ. അപ്പോൾ അടച്ചിട്ട ഗേറ്റുകൾ, അപ്പോൾ മുഖം ഒളിപ്പിച്ചു പോകുന്ന ഒരു ദിലീപിനെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മോശമല്ലാത്തൊരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ദിലീപ്. ദിലീപിന്റെ വീടിന് മുന്നിൽ നിന്നുള്ള ആലുവയിലെ വീടിന് മുന്നിൽ നിന്നുള്ള ആഘോഷ പ്രകടനങ്ങളാണ് കാണുന്നത്. ആരാധകർ ദിലീപിന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്യാനുണ്ട്, മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നുണ്ട്. ദിലീപ് കുറ്റവിമുക്തനായതിന്റെ ഒരു സന്തോഷവും ആഘോഷവും ഒക്കെ പങ്കുവെക്കുന്നു. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ദിലീപിനെ എതിരേൽക്കുന്ന ആരാധകരെ കൂടിയാണ് വീടിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ 8 വർഷം നീണ്ട കാലയളവിനൊടുവിലാണ് ഇങ്ങനെയൊരു വിധി ദിലീപ് നേടിയെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു അനുരണനം, അതിന്റെ ഒരു സന്തോഷ പ്രകടനമാണ് ആ വീടിന് മുന്നിൽ നടക്കുന്നത്. നേരത്തെ നമ്മൾ രാവിലെ ദിലീപിന്റെ വീട്ടിൽ നമ്മുടെ പ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കാറിൽ മുഖമൊളിപ്പിച്ച് മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ പോകുന്ന ഒരു ദിലീപിനെ നമ്മൾ കണ്ടതെങ്കിലും ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങളാകെ മാറി മറിഞ്ഞിരിക്കുന്നു. തലയുയർത്തി തന്നെ ദിലീപ് അവിടെ നിൽക്കുന്നു. ആരാധകർ അവിടെ സന്തോഷത്തിൽ ദിലീപിനായി മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കാണുന്നു. ഒക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കുന്നുണ്ട് ദിലീപിന്റെ കാര്യത്തിൽ. എന്തായാലും ആ സന്തോഷവും ആർപ്പ് വിളികളും ഒക്കെയാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിധിക്ക് ശേഷം ആലുവയിലെ വീട്ടിൽ മടങ്ങിയെത്തിയ ദിലീപിനെ കാത്ത് നിരവധി ആരാധകർ അവിടെ ഉണ്ടായിരുന്നു. കോടതി പരിസരത്തും ദിലീപിന്റെ ആളുകൾ, ദിലീപിന്റെ ആരാധകരെ നമ്മൾ കണ്ടതാണ്. ദിലീപ് പറയുന്ന ഓരോ വാക്കിനും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആരാധകരെ കൂടി കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നീണ്ട 8 വർഷം നീണ്ട കാലയളവിനൊടുവിൽ വരുന്ന വിധി അത് ആഘോഷമാക്കുകയാണ്. നടരാജ്, രാവിലെ നമ്മൾ കണ്ടു ദിലീപ് മുഖം തരാതെ ഒരു വാഹനത്തിൽ കയറിപ്പോകുന്നു. എന്നാൽ ഉച്ചയ്ക്ക് നമ്മളിപ്പോൾ ദിലീപിനെ കാണുമ്പോൾ അറിയാം ആ സന്തോഷമൊക്കെ അവിടെ ഉണ്ട്. ദിലീപ് വളരെ അഭിമാനത്തോടുകൂടെ തലയുയർത്തി നിൽക്കുന്നുണ്ട്. എന്തായാലും വളരെ മികച്ചൊരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ദിലീപിന് കഴിഞ്ഞു. അതെ, രാവിലെ മാത്രമല്ല കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലായി മാധ്യമങ്ങളെയോ പൊതുജനത്തെയോ തന്റെ ഭാഗത്തു നിന്നും അകറ്റി നിർത്തിയിരുന്ന ഒരു ദിലീപിനെയല്ല കേസിൽ ജഡ്ജ്മെന്റിന് ശേഷം നമ്മൾ കണ്ടത്. കോടതിക്ക് പുറത്തു നിന്നും ഇറങ്ങി വന്ന ദിലീപ് വിശദമായ ഒരു പ്രതികരണത്തിന് തയ്യാറായി. തനിക്ക് പറയാനുള്ള കാര്യം കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് കൊള്ളിക്കുന്ന തരത്തിൽ താരം സംസാരിച്ചു. വിമർശിക്കാനുള്ളവരെ വിമർശിച്ചു. അതിനുശേഷം ഇപ്പോൾ വീട്ടിന് മുന്നിൽ എത്തിയപ്പോഴും സാധാരണ മാധ്യമങ്ങളെ ഒഴിവാക്കുന്ന അദ്ദേഹം വീടിന് കുറച്ച് മുൻവശത്ത് വാഹനം നിർത്തിക്കൊണ്ട് നടന്നാണ് വന്നത്. അതിന് അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. ഇവിടെ ആരാധകരും മാധ്യമ പടയൊക്കെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദിലീപിന് വേണമെങ്കിൽ വാഹനത്തിനകത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഗേറ്റ് കടന്നു പോകാമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇറങ്ങാനും നടന്നു വരാനും താല്പര്യം കാണിച്ചു. ആരാധകർ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കേക്ക് സജ്ജീകരിച്ചിരുന്നു. കേക്ക് മുറിക്കണമെന്ന് ആരാധകർ ആവശ്യപ്പെട്ടു. വീടിനകത്തേക്ക് ഗേറ്റ് കടന്ന് പ്രവേശിച്ച ദിലീപ് കേക്ക് മുറിക്കണമെന്ന ആവശ്യം കേട്ടുകൊണ്ട് തിരിച്ചു വരികയായിരുന്നു. ആരാധകർക്ക് നടുവിൽ പൊരി വെയിലത്ത് ദിലീപ് നിൽക്കുന്നതും
കേക്ക് മുറിക്കുന്നതും നമ്മൾ കണ്ടു. പലരെയും അദ്ദേഹം ചേർത്ത് പിടിച്ചു. ചിലരെ വീട്ടിലെ ജോലിക്കാരും മറ്റും ഗേറ്റിന് പുറകുവശത്ത് നിന്നപ്പോൾ അവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നതും കൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നതും കേക്ക് മുറിക്കുന്നതും കണ്ടു. പിന്നീടാണ് താരം അകത്തേക്ക് കയറിപ്പോയത്. എന്തായാലും കേസിൽ വലിയ ആശ്വാസം ദിലീപിന് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. വാദങ്ങളും വിമർശനങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നത് ദിലീപിന് കിട്ടുന്നത് വലിയ കോൺഫിഡൻസ് ആണ്. ഒരു തിരിച്ചുവരവിനുള്ള ഒരു തയ്യാറെടുപ്പും ശ്രമവും നടൻ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇവിടെ നിരവധി ആരാധകരും ദിലീപിന് വേണ്ടി എത്തിയിരുന്നു. അവരൊക്കെ തന്നെ കേക്ക് മുറിച്ചും മധുരമരവാഹനങ്ങൾ വിവരം ചെയ്തും പടക്കം പൊട്ടിച്ചും കമ്പിത്തിരി പൂത്തിരി കത്തിച്ചൊക്കെയാണ് വലിയ ആഘോഷം നടത്തിയത്. എന്തായാലും അല്പസമയം മുമ്പാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. ബന്ധുക്കാർക്കൊപ്പം സമയം ചെലവിടാനായി നടൻ അകത്തേക്ക് പോയി കഴിഞ്ഞു. ആരാധകർ പുറത്തു നിൽക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു സ്വീകരണമാണ് ഇവരൊക്കെ തന്നെ ദിലീപിന് നൽകിയത്. ചിലരുടെ പ്രതികരണം നമുക്ക് എടുത്തതിന് ശേഷം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. എന്താണ്, എത്രത്തോളം സന്തോഷമുണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ജീവന് തുല്യം സ്നേഹിച്ച ഒരാളെ ആദ്യമായിട്ട് കാണുന്ന മാതിരിയായിരുന്നു. എന്തായാലും പാവം. കേക്ക് മുറിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹം പ്രതികരിച്ചത്? കേക്ക് മുറിക്കാന്ന് പറഞ്ഞു. എവിടെയാണ് കേക്ക് എവിടെയാണെന്ന് ചോദിച്ചത്. അത്രത്തോളം ഒരു സാധുവായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ ഏതൊരു തലവക്കമുള്ള ഒരു മനുഷ്യനാണെങ്കിലും ഈ കൂട്ടത്തിൽ അങ്ങനെ ഒരു ഇതിന് നിൽക്കൂല. ഇപ്പൊ എന്തായാലും ഈ പാവം മനുഷ്യൻ ആ കേക്ക് മുറിച്ചിട്ടാണ് വീടിന്റെ അകത്തേക്ക് കയറിയത്. ഞങ്ങൾക്ക് സന്തോഷം, വളരെ സന്തോഷമായി. ഇത്ര നേരം കാത്തു നിന്നതിന്റെ ഒരു സുഖം ഞങ്ങൾക്ക് കിട്ടി. എന്തായാലും ഇതാണ് ഇവർ പറയുന്നത്. അദ്ദേഹം കൂടെ വന്ന് കേക്ക് മുറിക്കാൻ നിന്നതിലും സന്തോഷം പങ്കിട്ടതിൽ വലിയ ആഹ്ലാദമുണ്ടെന്ന് ദിലീപ് ഫാൻസ് പറയുന്നു. ദിലീപ് ആരാധകരുടെ ആഘോഷമാണ് ആലുവയിലെ ദിലീപിന്റെ വീടിന് മുന്നിൽ നിന്ന് കണ്ടത്. കേക്ക് മുറിച്ച് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് പടക്കം പൊട്ടിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷത്തിലേക്കാണ് കടന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 8 വർഷക്കാലമായി ഉള്ള ആരോപണങ്ങളിൽ നിന്ന് മുക്തനായി എന്നുള്ള വിശ്വാസത്തിൽ നടത്തുന്ന ചില ആഘോഷ പ്രകടനങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് MK ഷുക്കൂർ കൂടി ചേരുകയാണ് ഈ വാർത്തയ്ക്കൊപ്പം. ഷുക്കൂർ, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിരവധി തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഒരു ഗൂഢാലോചന കുറ്റം തെളിയിക്കുക, അത് വളരെ ശ്രമകരമാണ് എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷേ ആ ഗൂഢാലോചന കുറ്റത്തിന് വളരെ വ്യക്തമായ തെളിവുകൾ എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കില്ല. സാഹചര്യ തെളിവുകൾ, ഒപ്പം തന്നെ റെക്കോർഡഡ് സന്ദേശങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഒരുപാട് തെളിവുകളുണ്ട്. അത് ദിലീപിന്റെ കത്ത് മുതൽ ബാലചന്ദ്രകുമാർ നൽകിയ ഓഡിയോ സന്ദേശങ്ങൾ മുതൽ ഒരുപാട് തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പര്യാപ്തമായിരുന്നില്ല ദിലീപിലേക്ക് എത്താൻ എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപ് കുറ്റക്കാരനാകുന്നു. സ്വാഭാവികമായിട്ടും അതിജീവിത കഴിഞ്ഞ 8 വർഷമായി അനുഭവിക്കുന്ന ട്രോമ, അതിന് നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഗൂഢാലോചന ഇല്ലാതെ കൂലിത്തല്ലുകാരെ മാത്രം അകത്താക്കിയത് കൊണ്ട് ഇവിടെ കാര്യങ്ങൾ തീരുന്നില്ല. അപ്പോൾ കോടതിയുടെ ഈ ഒരു നിരീക്ഷണം, അതിജീവിതയുടെ പ്രതികരണം തൽക്കാലം വന്നിട്ടില്ല. പക്ഷേ ഇനി അതിജീവിതയുടെ ഭാഗത്ത് കൂടുതൽ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പീൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഇനി കേസുമായി മുന്നോട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയായിരിക്കും ഇനി നടക്കുക ഷുക്കൂർ? ജിൽസി, വളരെ സുപ്രധാനമായ ഒരു വിധി തന്നെയാണ്. ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ട് എറണാകുളം ജില്ലാ കോടതി ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൻ്റെ ആഘോഷ പ്രകടനങ്ങൾ ഇപ്പോൾ ദിലീപിന് ചുറ്റും നടക്കുന്ന ഒരു കാഴ്ചയാണ് അല്പം മുമ്പ് പ്രേക്ഷകർ കണ്ടത്. ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. രാഷ്ട്രീയമായും അതുപോലെ സിനിമാ രംഗത്തുമെല്ലാം വലിയ അലയൊലികൾ ഈ വിധിക്കുണ്ടാകുമെന്ന് രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ തന്നെ ദിലീപിനെ ഏതാണ്ട് ഉടൻ തന്നെ അമ്മയിൽ നിന്ന്, ഇത്തരം ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ട ഉടൻ തന്നെ അമ്മയിൽ നിന്ന് പുറത്താക്കാൻ നേതൃത്വം തയ്യാറായിരുന്നില്ല. പിന്നീട് ചില സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് അമ്മയിൽ നിന്ന് പുറത്താക്കുന്നത്. അത് കഴിഞ്ഞ് കൃത്യം 1 വർഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി 1 വർഷത്തിന് ശേഷം ദിലീപിനെ തിരിച്ചെടുക്കുന്നുണ്ട്. തിരിച്ചെടുത്ത ഉടൻ വലിയ പ്രതിഷേധം വന്നതിന് ശേഷമാണ് പിന്നീട് ദിലീപ് സ്വമേധയാ അമ്മയിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. നിലവിൽ നിയമത്തിന് മുന്നിൽ ദിലീപ് കുറ്റക്കാരനല്ല, അദ്ദേഹം കുറ്റവിമുക്തനാണ്. അദ്ദേഹത്തിനെതിരെ ഒരു തെളിവും തെളിയിക്കാൻ, അല്ലെങ്കിൽ ഒരു കുറ്റവും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് സാങ്കേതികമായി അമ്മയിലേക്ക് തിരിച്ചു വരാൻ തടസ്സമില്ല. ഒപ്പം തന്നെ ഫെഫ്ക അടക്കമുള്ള സംഘടനകൾക്ക് തിരിച്ചു വരാൻ തടസ്സമില്ല. അങ്ങനെയെങ്കിൽ മലയാള സിനിമയിലെ സുപ്രധാനമായ സംഘടനകൾക്കെല്ലാം അദ്ദേഹം അതിന്റെ ഭാരവാഹിത്വത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ ഫെഫ്കയിൽ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് ഇതിൻ്റെ രാഷ്ട്രീയമായ വശമാണ്. ഇതൊരു സ്ത്രീ പീഡനം അല്ലെങ്കിൽ ഒരു ബലാത്സംഗ കേസാണ്. ഇത്തരമൊരു കേസിൽ സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കുന്ന ഒരു സർക്കാർ എന്തുകൊണ്ട് പ്രധാന കുറ്റാരോപിതനായ ദിലീപിനെ വെറുതെ വിടുന്ന രീതിയിൽ ഈ കേസ് നടത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നൊരു ചോദ്യമായി ഇതിനകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ UDF-മായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി P. രാജീവ് അല്പം മുമ്പ് പ്രതികരിച്ചത് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന്. എന്തായാലും അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്.
ഈ ഏറ്റവും കുപ്രസിദ്ധമായ ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി അത് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. അത് പ്രോസിക്യൂഷന്റെ പരാജയമാണോ എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉയരും. നിയമത്തിന് മുന്നിൽ ഗൂഢാലോചന എന്നത് തെളിയിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കേസാണ്. നമുക്കറിയാം TP ചന്ദ്രശേഖരൻ അടക്കമുള്ള കേസുകൾ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല. ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യപ്പെട്ട് ഇപ്പോഴും അവരുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങളെല്ലാം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ആ അർത്ഥത്തിൽ ദിലീപിനെതിരെ വീണ്ടും അന്വേഷണം വേണം, അല്ലെങ്കിൽ ദിലീപിനെതിരെ മേൽക്കോടതികളിൽ പോയി അദ്ദേഹത്തെ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന ആവശ്യമെല്ലാം സ്വാഭാവികമായും ഉയരാം. പക്ഷേ നിയമത്തിന് മുന്നിൽ അദ്ദേഹം കുറ്റക്കാരനല്ല, അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുന്നു. അദ്ദേഹത്തിന് മലയാള സിനിമയിൽ മറ്റ് ഭാരങ്ങളൊന്നുമില്ലാതെ സ്വാഭാവിക രീതിയിൽ ഇറങ്ങി പ്രവർത്തിക്കാനും ഒപ്പം തന്നെ സംഘടനകളുടെ ഭാഗമാകാനും ഒന്നും ധാർമ്മികമായ ഒരു പ്രശ്നവും നിലവിലില്ല എന്നുള്ളതാണ് ഈ വിധി കൊണ്ട് ഇപ്പോഴുണ്ടായിട്ടുള്ള മാറ്റം. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിലെല്ലാം സിനിമാ രംഗത്ത് നിന്ന് കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ പിന്തുണച്ച് പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ നാദിർ ഷാ അദ്ദേഹത്തിന് താങ്ക് യു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചൊരു പോസ്റ്റ് ഇട്ടു. മറ്റ് സിനിമാ രംഗത്തുള്ള ആളുകളെല്ലാം തന്നെ വരുന്ന മണിക്കൂറുകളിൽ സ്വാഭാവികമായും പ്രതികരിക്കും. ആ അർത്ഥത്തിൽ ദിലീപിന് ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു തിരിച്ചുവരവെന്നാണ്. അദ്ദേഹം ഇൻഡസ്ട്രിയിലുണ്ട്, പക്ഷേ പഴയ പ്രഭാവത്തോടു കൂടിയുള്ള ഒരു തിരിച്ചുവരവിന് ഈ സാഹചര്യം അവസരമൊരുക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളെയും അതെങ്ങനെ സ്വാധീനിക്കുമെന്നെല്ലാം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട ട്രെയിലറെല്ലാം ഇറങ്ങാൻ പോകുന്നുണ്ട്. ആ അർത്ഥത്തിൽ സിനിമാ വ്യവസായത്തിനും സുപ്രധാനമായ ഒരു സമയമാണ് ഇത്. യെസ്, ദിലീപ് തന്റെ സുവർണ കാലഘട്ടത്തിലേതുപോലെ തന്നെ ഒരു തിരിച്ചുവരവിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു എന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ നിന്ന് മുന്നിൽ നിന്ന് അല്പസമയം മുൻപ് വന്നത്. സാധാരണഗതിയിൽ മാധ്യമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കാർ പോലും നിർത്താതെ ഗേറ്റിനകത്തേക്ക് പ്രവേശിക്കുന്ന ദിലീപ് ഇന്ന് അതിന് പുറത്ത് കാർ നിർത്തി ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു വീരപരിവേഷത്തോടെയുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അഹമ്മദ് മുജ്തബയിലേക്ക് കൂടിയാണ്. മുജ്തബ, ഇതിലിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന ബി സന്ധ്യ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് അന്തിമ വിധിയല്ല. ഇതൊരു അന്തിമ വിധിയല്ല, ഇനിയുള്ള നടപടികൾ എന്തായിരിക്കും? അതെ, അതിജീവിതയുടെ അഭിഭാഷക, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അജകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം നമ്മൾ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അവർ കോടതിയിൽ നിന്ന് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അവരുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായിരിക്കും തുടർ നടപടികളെന്ന് ചില കോണുകളിൽ നിന്ന് തന്നെ ഇപ്പോൾ തന്നെ ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അന്തിമ വിധിയല്ല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറെ കൂടി ഉന്നത കോടതികളിലേക്ക്, പ്രത്യേകിച്ച് ഭരണഘടനാ കോടതികളിലേക്ക് അപ്പീൽ പോകാനുള്ള, ജില്ലാ കോടതിയാണ്, പ്രത്യേക കോടതിയാണ് ഇതിൽ വിചാരണ പൂർത്തിയാക്കി വിധി പറഞ്ഞിരിക്കുന്നത്. ഇനി ഹൈക്കോടതിയിലേക്കും അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിലേക്കും ഒക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പരമോന്നത കോടതി ഒരിക്കലും ഇതിൽ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ബി സന്ധ്യയുടെ വാക്കുകൾ ആ രൂപത്തിൽ കാണേണ്ടത്. മറ്റൊരു കാര്യം, അതിജീവിത ഇക്കാര്യത്തിൽ ഇനി എന്ത് തീരുമാനമെടുക്കും എന്നതുൾപ്പെടെ വളരെ പ്രധാനമാണ്. ആ കൂടിയാലോചനകൾക്ക് ശേഷം കൂടിയായിരിക്കും ഈ വിഷയത്തിൽ മറ്റു നടപടികളിലേക്ക് പ്രോസിക്യൂഷനും. ഇതിനകം തന്നെ മന്ത്രി പി രാജീവ് പറഞ്ഞു, സംസ്ഥാനം തന്നെ, സ്റ്റേറ്റ് തന്നെ, പ്രോസിക്യൂഷൻ തന്നെ അപ്പീൽ പോകും എന്ന് കൃത്യമായി തന്നെ നിയമകാര്യ മന്ത്രി കൂടിയായ പി രാജീവ് പറയുന്നുണ്ട്. അതിനർത്ഥം ഈ കേസ് ഇവിടെ കൊണ്ട് തീരില്ല എന്നുള്ളത് തന്നെയാണ്. ജില്ലാ കോടതി ഒരു വിധി പറയുന്നു. ഇതാണ് ആദ്യം ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. കുറെ കൂടി ഗൗരവമുള്ള സെഷൻസ് ഉൾപ്പെടെയുള്ള കോടതികളിലേക്ക് പോകാനുള്ള വകുപ്പുകൾ ചേർത്തതുകൊണ്ട് പ്രത്യേകമായി തന്നെ സെഷൻസ് കോടതിയിലേക്ക് ഈ കേസ് വരുന്നു. പ്രത്യേക ജഡ്ജിയെ തന്നെ ഇതിന്റെ വിചാരണ നടപടികൾ, അതിനിടയ്ക്ക് അവർ ആദ്യം അസിസ്റ്റന്റ് ജഡ്ജി ആയിരുന്നു, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ജഡ്ജിയായിരുന്നു. പിന്നെയാണ് അവർ സെഷൻസ് ജഡ്ജിയിലേക്ക് ജില്ലാ കോടതിയുടെ ജഡ്ജിയായി ചുമതലയേൽക്കുന്നത്. അവരുടെ പ്രത്യേക കോടതി മുറിയിലായിരുന്നു ഇത്രയും നാൾ ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ. ജില്ലാ കോടതിയുടെ, ഒരു പ്രത്യേക കോടതിയുടെ വിചാരണ നടപടികളിൽ ഇനി അപ്പീൽ പോകാനുള്ള, ഈ വിധിക്കെതിരായ കുറേയധികം ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യത നിയമപരമായി നിലനിൽക്കുന്നുണ്ട്. അത് ആദ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിവിഷൻ ബെഞ്ച്, ക്രൈം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പ്രത്യേക ബെഞ്ച് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ ബെഞ്ചിൽ അപ്പീൽ നൽകാനൊക്കെയുള്ള നിയമപരമായ സാധുതയും സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ബി സന്ധ്യ പറഞ്ഞതുപോലെ, മന്ത്രി പി രാജീവ് പ്രതികരിച്ചതുപോലെ അപ്പീൽ പോകാനുള്ള എല്ലാ സാധ്യതകളും നിൽക്കുന്നുണ്ട്. സംസ്ഥാനം തന്നെ നേരിട്ട് അപ്പീൽ പോകുന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ അത്തരം കേസുകളൊക്കെ മുമ്പേ തന്നെ പല കേസുകളുണ്ട്. ഇനി ഈ കേസിൽ കൂടി മന്ത്രി പി രാജീവ് പറഞ്ഞതുപോലെ അങ്ങനെ പോകുമെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഇതിന് പുറകെയുണ്ട്. അതിജീവിതയ്ക്കൊപ്പം സംസ്ഥാന സർക്കാർ നിലയുറപ്പിക്കുന്നു എന്നാണ് മന്ത്രി പി രാജീവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ബി സന്ധ്യയും ഇത് അന്തിമ വിധിയല്ല എന്ന് പറയുമ്പോൾ അത് തന്നെ വായിച്ചെടുക്കേണ്ടി വരും. നിയമ പോരാട്ടങ്ങൾ, അതിജീവിത എന്ത് നിലപാടെടുക്കുന്നു എന്നതുകൂടി അത് പ്രത്യേകമായി തന്നെ അണ്ടർലൈൻ ചെയ്ത് കേൾക്കേണ്ടതാണ്. അതിജീവിതയുടെ നിലപാടുകൂടി ഈ കേസിനകത്ത് ഇനി എന്ത് ചെയ്യും, എന്താണ് മുന്നോട്ട് പോക്ക്, എന്താണ് ഗതിവിഗതികൾ എന്ന് തീരുമാനിക്കുന്നതിൽ വളരെ നിർണായകമാകും. ജിൽസി,
യെസ്, അത് തന്നെയാണ് അതിജീവിതയുടെ ആദ്യ പ്രതികരണം എന്ന നിലയിൽ പ്രതികരിക്കാനില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി അതിജീവിത ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയായിരിക്കും എടുക്കുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിയമ നടപടികളും പോരാട്ടങ്ങളും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. കീഴ്ക്കോടതികളിൽ നിന്ന് മേൽക്കോടതികളിലേക്ക് ഈ കേസ് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. അതിനൊരു പക്ഷേ സ്റ്റേറ്റ് തന്നെ ആദ്യ രീതിയിൽ തന്നെ സ്റ്റേറ്റ് തന്നെ ഒരു പക്ഷേ അതിന് മുൻകൈ എടുത്തേക്കുമെന്നുള്ള സൂചനകൾ കൂടിയാണ് മന്ത്രി പി രാജീവിൽ നിന്നടക്കം വരുന്നത്. എന്തായാലും അതിജീവിതയെ പിന്തുണച്ച് നടിമാർ കൂടി രംഗത്തെത്തുകയാണ്. മുൻപത്തേതിനേക്കാൾ ശക്തമായി അതിജീവിതയ്ക്കൊപ്പം നിലനിൽക്കുമെന്നാണ് റിമ കല്ലിങ്കൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. അവൾക്കൊപ്പം എന്നായിരുന്നു രമ്യ നമ്പീശന്റെ പോസ്റ്റ്. ക്രൂരമായ തിരക്കഥയാണിപ്പോൾ കാണുന്നതെന്ന് പാർവതി തിരുവോത്ത് പറഞ്ഞു. എന്നാൽ നിയമം നീതിയുടെ വഴിക്ക് പോകട്ടെ എന്നും കോടതിയെ ബഹുമാനിക്കുന്നുവെന്നും താരസംഘടനയായ അമ്മ FBയിൽ പോസ്റ്റ് ചെയ്തു. ദിലീപിനെ പിന്തുണച്ച് നാദിർഷയും രംഗത്തെത്തി. ദിലീപിനെ ഫെഫ്കയിൽ തിരിച്ചെടുക്കുന്നതിൽ തടസ്സങ്ങളില്ലെന്ന ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. വ്യക്തമായ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂവെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുന്നു. അപ്പോൾ സാങ്കേതികമായ ഒരു ട്രേഡ് യൂണിയനിൽ അദ്ദേഹത്തിന് അംഗത്വം തിരികെ ലഭിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് ഡയറക്ടേഴ്സ് യൂണിയൻ ആലോചിച്ച അക്കാര്യത്തിനകത്ത് വേണ്ട നടപടിയെടുക്കും. ഇതാണ് സംഘടനയ്ക്ക് ഈ കാര്യത്തിനകത്ത് പറയാനുള്ളത്. ഇത്തരത്തിലൊരു വിധി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ വിധിന്യായം എന്താണെന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അദ്ദേഹത്തിനെതിരെ ചാർത്തപ്പെട്ട കുറ്റം തെളിയിക്കപ്പെടാതെ പോകുമ്പോൾ അതിന് കൃത്യമായ നിയമപരമായ വിശദീകരണങ്ങൾ അതിനകത്ത് ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് വായിച്ച ശേഷം സംഘടന പ്രതികരിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ പ്രതികരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. യെസ്, 8 വർഷത്തെ കോടതി വിചാരണകൾക്കും നടപടികൾക്കും ഒക്കെ ഒടുവിലാണ് നടിയാക്രമിക്കപ്പെട്ട കേസിലെ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. മറ്റ് 4 പ്രതികളെ തെളിവിന്റെ അഭാവത്തിൽ വെറുതെ വിട്ടിരിക്കുന്നു. അതിൽ ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ട നടൻ ദിലീപുമുണ്ട്. ദിലീപിനെ കൂടെ വെറുതെ വിട്ടിരിക്കുന്നു. അതിനുശേഷം ദിലീപ് മാധ്യമങ്ങളെ കണ്ടിതൊക്കെ തനിക്കെതിരായി നടന്ന ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസുണ്ടായതും താൻ പ്രതിയാക്കപ്പെട്ടതും എന്നുള്ള കാര്യം കൂടി പറയുന്നതും നമ്മൾ സമയം കണ്ടതാണ്. അഹമ്മദ് മുജ്തബയിലേക്കാണ്. മുജ്തബ, ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതൊരു അന്തിമ വിധിയല്ല എന്ന് പറയുന്നിടത്ത് നിന്നാണ് കാര്യങ്ങൾ നമ്മൾ വീണ്ടും തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും കേസ് ഈ കോടതി ഒരുപക്ഷെ സർക്കാർ തന്നെ അപ്പീലിന് പോകാനുള്ളൊരു സാധ്യത കൂടി നിയമമന്ത്രി അടക്കം ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ അതിജീവിതയുടെ ഒരു തീരുമാനം കൂടി വരേണ്ടതുണ്ട്. അതിജീവിതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായി പ്രതികരണം നടത്തിയിട്ടില്ല. അപ്പം തന്നെ WCC ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തുന്നുണ്ടോ? ഏറ്റവും പ്രധാനമായി ഈ കേസിൽ നടിക്കൊപ്പം നിന്നവരുടെ പ്രതികരണം ഏത് രീതിയിലൊക്കെ പുറത്തു വരുന്നു? ഇപ്പോൾ നമുക്ക് 2 പ്രധാനപ്പെട്ട പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒന്ന്, സംസ്ഥാന നിയമവകുപ്പിന്റെ മന്ത്രി കൂടിയായിട്ടുള്ള മന്ത്രി പി രാജീവ് സംശയത്തിന് ഇടമില്ലാത്ത വിധം അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സംസ്ഥാനം സ്റ്റേറ്റ് അപ്പീൽ പോകും എന്നുള്ളതാണ്. സ്റ്റേറ്റ് അപ്പീൽ പോകുക എന്ന് പറയുന്നത് പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷൻ അപ്പീൽ പോകും. ആ സ്റ്റേറ്റിന്റെ ഭാഗമായാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസിൽ ആദ്യം 2 അഭിഭാഷകർ അവരെ വെച്ചിരുന്നു. അവർ 2 പേരും പിന്മാറിയതിനെ തുടർന്ന് പിന്നീട് ഇപ്പോൾ 3ാമത് ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കൂടി സ്റ്റേറ്റ് തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി നിയമിക്കുന്നു. അദ്ദേഹം വളരെ എഫേർട്ട് എടുത്ത് ഇത്രയധികം കാലം ഇതിന്റെ വിചാരണ നടപടി ഇന്ന് രാവിലെ തന്നെ പ്രതികരണത്തിൽ അദ്ദേഹം വളരെ കോൺഫിഡന്റ് ആയിരുന്നു. പ്രോസിക്യൂഷന്റെ നോട്ട്സ് മുഴുവൻ വളരെ സ്ട്രോങ് ആണ്. എല്ലാ തരത്തിലും ഇത് ഒരു തരത്തിലും ലൂസായി പോകില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ കോൺഫിഡൻസോടുകൂടി മാധ്യമങ്ങളോട് മീഡിയ വണിനോട് തന്നെ പങ്കുവച്ചിരുന്നു. പക്ഷേ അതിന് വിപരീതമായി 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവരെ ജയിലിലേക്ക് അയക്കുകയും ഇനി 12-ാം തീയതി അവർക്കുള്ള ശിക്ഷാവിധി പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം. പക്ഷേ അതിന് വിരുദ്ധമായി 7 മുതൽ 8, 9, 10 വരെയുള്ള പ്രതികളെ കോടതി അവർക്കെതിരായ തെളിവുകൾ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ സംശയത്തിന് ഇട നൽകുന്ന രൂപത്തിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങളിലെ പങ്ക് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ സ്റ്റേറ്റ് അപ്പീൽ പോവുക എന്ന് പറയുമ്പോൾ ഇതിന്റെ വിചാരണ നടപടികളിലും നിയമ പ്രശ്നങ്ങളുമൊക്കെ കുറെ കൂടി ഉന്നത കോടതികളിലേക്ക് എത്തുകയാണ്. പ്രത്യേകിച്ച് ഭരണഘടനാ കോടതിയാണ് ഹൈക്കോടതി. ആ കോടതിയിൽ ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിന് എന്തെങ്കിലും തരത്തിൽ ആ വിധിയിൽ പിഴ ഉണ്ടെങ്കിൽ അത് കോടതിക്ക് തന്നെ ഇടപെടാം. പിഴവില്ലെങ്കിൽ ആ വിധി ശരിവെക്കുകയും ചെയ്യാം. അത്തരം നടപടിയിലേക്ക് അതിജീവിതയ്ക്ക് വേണമെങ്കിൽ സ്വന്തം ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ KK രമ MLA മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയം
ഗൂഢാലോചന എന്ത്? ആരാണ് ഇവരെ പറഞ്ഞയച്ചത്? അത് കണ്ടുപിടിക്കണ്ടേ? ഇത് ഇന്നയാളുകൾ കുറ്റം ചെയ്ത് വളരെ കൃത്യമായിട്ട് അറിയാം. അവർക്ക് വേണ്ടിയല്ല. ഒരു കൂട്ടം ക്രിമിനലുകൾ ഇത് ചെയ്തത് മറ്റാരോ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ആളെ കണ്ടുപിടിക്കാൻ പ്രോസിക്യൂട്ടറിന് സാധിച്ചില്ല. ആ തെളിവുകൾ കൊണ്ടുവരാൻ വേണ്ടി അതിനെ അകത്തേക്ക് വിധി കൊണ്ടുപോകാൻ ആ ജഡ്ജിക്കും സാധിച്ചില്ല. വളരെ കൃത്യമായ ആലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭരണകൂടത്തിന്റെ ഭാഗത്ത് തന്നെ വലിയ വീഴ്ചയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ പ്രോസിക്യൂഷൻ വീഴ്ചയാണ്. അല്ലെങ്കിൽ ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ വേണ്ടി കഴിയുന്നതായിരുന്നു. ഇക്കാര്യത്തിൽ ഉറപ്പാണല്ലോ ഈ പ്രതികൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ നിർദ്ദേശമില്ലാതെ, മറ്റൊരാൾ പറയാതെ അത് ചെയ്യില്ല ഈ സംഘം എന്നുള്ളത്. അവർ പൾസർ സുനി വളരെ കൃത്യമായിട്ട് അതിന്റെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴിയുണ്ട്, അദ്ദേഹത്തിന്റെ കത്തുണ്ടല്ലോ, കത്തെഴുതിയിരുന്നു. പിന്നെ ഈ ദിലീപ് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് വളരെ കൃത്യമായി പൾസർ സുനിയുടെ കത്തുൾപ്പെടെ ഉണ്ടായിട്ടും അതൊന്നും എടുത്തിട്ടില്ല, തെളിവായി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ. അപ്പൊ വളരെ കൃത്യമായ വീഴ്ചയാണ് പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഭരണകൂടം വളരെ കൃത്യമായി ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ചില ക്രിമിനൽ പോലീസ് സംഘം ഗൂഢാലോചന നടത്തി എന്നുള്ളൊരു ആരോപണം കൂടി ഇപ്പോൾ ഇതൊന്നും ഒഴിവായി പോയി. കുറ്റവിമുക്തനായി കഴിഞ്ഞ ദിലീപ് അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, അത് അവർക്ക് എന്തും പറയാലോ. കുറ്റവിമുക്തനാക്കി കഴിഞ്ഞാൽ ഇനി മറ്റു പല ഗൂഢാലോചനയും ഇതിനകത്ത് നടന്നു, ബോധപൂർവമായി പ്രതി ചേർത്തു എന്നൊക്കെ അത് പലതും. അതല്ലല്ലോ ഇവിടെ മുഖവിലക്കിടക്കേണ്ടത്, അതല്ലല്ലോ. വളരെ കൃത്യമായിട്ട് ഈ അതിജീവിത 8 വർഷം അവർ നടത്തിയ പോരാട്ടത്തിൽ ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ടത്, ഞങ്ങളൊക്കെ ഈ സമൂഹം, പൊതുസമൂഹം, കേരളത്തിലെ നീതിബോധമുള്ള മുഴുവൻ പൊതുസമൂഹവും അവൾക്കൊപ്പമാണ്. അവൾ വിജയിച്ചിരിക്കുകയാണ്. അവൾക്ക് ഈ വിധി അവൾക്കെതിരായിട്ട് അല്ലെ ഗൂഢാലോചന തെളിയിക്കപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവൾ ഒരു ചരിത്രമാണ്. അവൾ നടത്തിയ നിശ്ചയദാർഢ്യമുള്ള ആ പോരാട്ടമാണ് ഈ കേസ് ഇതുവരെ എത്തിച്ചത്. ഏതായാലും ഇനിയും കോടതികളുണ്ട്, അവിടേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാം. വിധിയുടെ മറ്റ് ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ തുടക്കം വളരെ നിരാശാജനകമാണ്. ഒരു ഗൂഢാലോചന കേസിലെ 120B ഒരു തരത്തിലും തെളിയിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇത്തരം നീതി തേടി പോകുന്ന ഇത്തരം ആളുകൾക്ക് എന്താണ് പ്രതീക്ഷ? ഇവിടെ അധികാരമുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ എന്തും നടക്കും എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ എത്ര ക്രൂരമായ കൃത്യമാണെങ്കിൽ പോലും അവരെല്ലാം പണമുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന പഴുതുകൾ ഇതിനകത്തുണ്ട്. അപ്പം നീതിപീഠം പോലും ഇതൊന്നും കാണുന്നില്ല എന്നുള്ള പറയുന്നത് പൊതുസമൂഹത്തിന്, സാധാരണ മനുഷ്യർക്ക്, നീതി തേടി അലയുന്ന മനുഷ്യർക്ക് സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട്, പ്രയാസമുണ്ടാക്കുന്നതാണ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കെ രമ MLA പ്രതികരണമാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്കാണ്. രാഹുൽ മാങ്കുട്ടത്തിനെതിരായ 2ാമത്തെ കേസിൽ അതിജീവിത അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് 23 വയസ്സുകാരിയുടെ മൊഴിയെടുത്തത്. രാഹുൽ ബന്ധം സ്ഥാപിച്ചത് വിവാഹ വാഗ്ദാനം നൽകിയാണ് എന്നാണ് പറഞ്ഞത്. ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി. ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും യുവതി മൊഴി നൽകി. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, രാഹുലിനെതിരെയുള്ള 2ാമത്തെ പരാതിയിലാണ് ഇപ്പോൾ അതിജീവിതയുടെ മൊഴി എടുത്തിരിക്കുന്നത്. അവർ നേരത്തെ പരാതിയിൽ പറഞ്ഞതുപോലെ തന്നെ വിവാഹ വാഗ്ദാനം നൽകി വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ള മൊഴി ആവർത്തിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കേസിൽ രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ ഈ കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ വാദത്തിനകത്ത് പരാമർശിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇതിലിനിപ്പോൾ എന്ത് പ്രതീക്ഷിക്കണം സിജോ? രാഹുൽ മാങ്കുട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ വാദം പൂർത്തിയായിട്ടുണ്ട്. എപ്പോഴാണ് അത് വിധി പറയുന്നത് സംബന്ധിച്ച് അല്പസമയത്തിന് തന്നെ നമുക്ക് അറിയുകയും ചെയ്യാം. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കോ ഉണ്ടാവും. ഇതിൽ അറസ്റ്റ് തടയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കുട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. ഇക്കാര്യങ്ങളുടെ അടക്കം കോടതിയുടെ തീരുമാനം വൈകാതെ തന്നെ വരികയും ചെയ്യും. എന്തായാലും ഈ യുവതിയുടെ മൊഴി വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ മൊഴി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രൂരമായ ലൈംഗിക അതിക്രമമാണ് നടന്നിരിക്കുന്നത്. ഈ യുവതി ബംഗളൂരുവിൽ പഠിക്കുന്ന സമയത്താണ്, അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഇവര് രാഹുലുമായി പരിചയപ്പെടുന്നത്. അതിനുശേഷം ഭാവി കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുവതിയെ നാട്ടിലേക്ക് വരുന്ന വഴി ഇവർ താമസിക്കാനുള്ള ഒരു ഹോം സ്റ്റേയിലോട്ട് കൊണ്ടുവരുന്നത്. അവിടെ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഏറെ ഞെട്ടിക്കുന്നതാണ് ഈ യുവതിയുടെ മൊഴി എന്ന് പറയുന്നത്. ഐ വാണ്ട് ടു റേപ്പ് യു എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവതിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. അതിനുശേഷവും ഇയാൾ ഈ അതിക്രമം തുടർന്നു എന്നാണ് പറയുന്നത്. പിന്നീട്
രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയോട് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷവും കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നീടും രാഹുൽ ഇവരെ നിരന്തര ഫോണിൽ വിളിച്ചു. ഇവർ ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കാതെ വരുന്ന സമയങ്ങളിലെല്ലാം അസഭ്യം പറയുമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് പല സമയങ്ങളിലും രാഹുൽ ഈ യുവതിയെ പലയിടങ്ങളിലും കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമവും നടത്തി. പക്ഷേ ഈ പെൺകുട്ടി അതിന് തയ്യാറായില്ല. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വാഹനവുമായി ഇവരെ വീടിന് അടുത്തെത്തുകയും നിർബന്ധപൂർവ്വം വരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ എനിക്ക് ഭയമാണ്, ഈ കേസുമായി മുന്നോട്ട് പോകാൻ പോലും താൻ ഭയപ്പെടുന്നു എന്നൊരു കാര്യമാണ് ഈ അതിജീവിത മൊഴിയെ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇവരുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ അതിജീവിതയോട് നിയമപരമായി മുന്നോട്ട് പോവുക, എല്ലാവിധ പിന്തുണയും ഉണ്ടാകുന്നുള്ള കാര്യം പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും കൂടുതൽ വകുപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തും. നിലവിൽ ബലാത്സംഗ കുറ്റം മാത്രമാണ് ചൂണ്ടിയിരിക്കുന്നത്. ഈ മൊഴിയുടെ പരാതിക്കാരി ഇതൊക്കെ ഈ സംഭവം ഈ കുറ്റകൃത്യം നടന്നത് ഏത് കാലയളവിലാണ് എന്നുള്ള കാര്യം പരാമർശിക്കുന്നുണ്ടോ? 2023 ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ പരാതിയിലും അങ്ങനെയാണ് പറയുന്നത്. ആ സമയത്താണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. ഓൺലൈൻ വഴിയാണ് ഇവർ തമ്മിലുള്ള സൗഹൃദം സ്ഥാപിക്കുന്നത്. തുടർന്ന് വിവാഹ വാഗ്ദാനം ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഈ യുവതി നാട്ടിലേക്ക് വരുന്ന വഴി സമയത്താണ് ഭാവി കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയെ വരാൻ പറയുന്നത്, അടുത്ത് വരാൻ പറയുന്നത്. താൻ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണെന്നുണ്ട്, ഏതെങ്കിലും പബ്ലിക് സ്പേസിൽ ഇരുന്ന് സംസാരിച്ചാൽ അതൊരു ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് നമുക്കൊരു റൂം എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഹോം സ്റ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നത്. അതായത് ഇനിയിപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകമാണ്. കാരണം ഇപ്പോൾ കുറെ അധികം ദിവസമായിട്ട് ഒളിവിലാണ്. അപ്പോൾ ഈ കേസിലെ വിധി അനുസരിച്ചായിരിക്കണം രാഹുൽ ഇനി പുറത്തേക്ക് വരണ്ടേന്ന് തീരുമാനിക്കുന്നത്. അതെ, തീർച്ചയായും ഇതിൽ അറസ്റ്റ് തടയണമെന്നൊരു ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടായാൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്ത് വരാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ സ്വാഭാവികമായും അത് രാഹുലിന് തിരിച്ചടിയാവും. അന്വേഷണ സംഘത്തിന് ഏത് നിമിഷം വേണമെങ്കിലും രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോവുകയും ചെയ്യാം. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ ഇരിക്കുന്ന സമയത്ത് അറസ്റ്റിന് തടസ്സമുണ്ടായിരുന്നില്ല, അറസ്റ്റ് തടയുകയും ചെയ്തിരുന്നില്ല. പക്ഷേ ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ അതിജീവിതയുടെ മൊഴി ഈ അടുത്ത ദിവസമാണ്, ഇന്നലെയാണ് രേഖപ്പെടുത്തുന്നത്. അതിനു മുമ്പ് KPCC പ്രസിഡന്റ് നൽകിയിരിക്കുന്ന ഒരു പരാതിയുണ്ട്. ആ പരാതി DGPക്ക് കൈമാറുക മാത്രമാണ് ചെയ്തത്. ആ പരാതി മാത്രം വെച്ച് രാഹുലിന്റെ അറസ്റ്റിലേക്ക് പോയാൽ അത് കോടതിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ജാമ്യം ലഭിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകും. കാരണം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളില്ല. അതുകൊണ്ടാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തൊട്ട് മുമ്പ് അന്വേഷണ സംഘം അതിജീവിതയെ സമീപിക്കുകയും അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി കൂടുതൽ വകുപ്പുകൾ വരും. അത് രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ കുരുക്കായി മാറുകയും ചെയ്യും. സിജോദിൽ അന്വേഷണ സംഘത്തിന്, അതായത് ഇപ്പോൾ അതിജീവിത മൊഴി നൽകിയിരിക്കുന്നു, പക്ഷെ അവരുടെ ഐഡന്റിറ്റി അത് വളരെ രഹസ്യമാക്കി വെക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന കൂടെ നടത്തിയിട്ടുണ്ട്. അത് അന്വേഷണ സംഘത്തിനും കോടതി നടപടികൾക്കും ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളിയാകുമോ? ഇല്ല, ഇത്തരം ഒരു കേസുകളിൽ ഐഡന്റിറ്റി ഉറപ്പായും അതിന്റെ സ്വകാര്യത മാനിച്ചുകൊണ്ട് തന്നെയാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത്. അവരുടെ ഐഡന്റിറ്റി പുറത്തു വരുന്ന തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാവില്ല. കാരണം ആർക്കും ഇത്തരത്തിൽ അതിക്രമം നേരിട്ട ഒരു അതിജീവിതയുടെ പേരോ വിവരങ്ങളോ മറ്റു പുറത്തു വരാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷെ അവർ അത് ഭയക്കുന്നുണ്ട്. കാരണം ആദ്യ പരാതി നൽകിയ അതിജീവിതർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ ഒരു ഐഡന്റിറ്റി പുറത്തു വരാത്ത തരത്തിലുള്ള അന്വേഷണമായിരിക്കും, നടപടികളായിരിക്കും തീർച്ചയായും ഉണ്ടാവുക. അതുകൊണ്ടാണ് അവർ പറയുന്നത് എനിക്ക് കേസുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഭയമാണെന്ന് പറയുന്നത്. രാഹുലിനെ ഭയമാണ്, അതോടൊപ്പം തന്നെ ഈ സൈബർ ആക്രമണമൊക്കെ നേരിടുമോ എന്നുള്ളൊരു ഭയമുണ്ട്. പക്ഷെ അവരെ അന്വേഷണ സംഘം കൺവിൻസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഐഡന്റിറ്റി ഒരു കാരണവശാലും പുറത്ത് വരത്തില്ല, അതിന്റെ സ്വകാര്യതയൊക്കെ മാനിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ഇതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാന്ന് പറയുന്നത്. എന്തായാലും അന്വേഷണ സംഘം നൽകിയിരിക്കുന്ന ഈ ഉറപ്പ് അവര് അതിജീവിതം എന്തായാലും മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മൊഴി നൽകുന്നതിനും ഈ കേസിന്റെ തുടർ നടപടിയുമായി സഹകരിക്കാമെന്ന് അതിജീവിത ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നത്. സിജോ, അപ്പൊ തന്നെ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെ വാദങ്ങളാണ് ഉയർത്തിയത്? ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞിരുന്നത് ഇതൊരു ആരാണ് ഈ പരാതിക്കാരിയിൽ നിന്ന് പോലും പറയുന്നില്ല. ആരാണ് പരാതിക്കാരി, ഇത് എവിടെ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പോലുമില്ല. ഇത് ഒരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും വ്യക്തമാക്കാത്ത ഒരു പരാതിയായിരുന്നു. അത് മാത്രമല്ല, KPCC പ്രസിഡന്റിനാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി പോയിരിക്കുന്നത്. എന്തെങ്കിലും നിയമപരമായി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ഒരു ആളാണ് എന്നുണ്ടെങ്കിൽ
അത് പോലീസിനെയല്ലേ സമീപിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇതൊരു വ്യാജമായ ഒരു പരാതിയാണ് എന്നുള്ള നിലപാടാണ് എടുത്തിരുന്നത്. പക്ഷേ അതല്ല, ഇത്തരത്തിലുള്ള ഒരു പരാതിക്കാരി ഉണ്ട്, ഇത്തരത്തിൽ ഒരു സ്ത്രീയുണ്ട്, രാഹുൽ ആ സ്ത്രീയോട് ക്രൂരമായി ലൈംഗിക അതിക്രമം നടത്തിയിട്ടുണ്ട്, അവരുടെ മൊഴി ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൂടുതൽ ഗൗരവമായുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും രാഹുലിന് ജാമ്യം നൽകരുത് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ്. അതുമാത്രമല്ല, ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്നിട്ടില്ല. രാഹുലുള്ള സ്ഥലങ്ങളിലൊക്കെ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഈ നിയമവുമായോ സംവിധാനങ്ങളുമായോ അന്വേഷണമായോ ഒരിക്കൽ പോലും സഹകരിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ ഈ കേസിനെ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയാണ് പ്രോസിക്യൂഷൻ ഈ ജാമ്യ ഹർജിയെ ശക്തമായി എതിർത്തിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ വാദം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്കിത് എപ്പോൾ ഇതിന്റെ വിധി വരുമെന്ന് അറിയാം. ശരി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരായ രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വിധിയുണ്ടാകും. അതേസമയം അതിജീവിതയുമായി ബന്ധപ്പെട്ട അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്വേഷണ സംഘം അതിന്റെ വിവരങ്ങൾ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ അറസ്റ്റ് കോടതി തടഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ കോടതി മാറ്റി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടത്തിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം ആരംഭിച്ചു. രാവിലെ മുതൽ അതത് കേന്ദ്രങ്ങളിൽ നിന്ന് നിശ്ചയിച്ച പോളിംഗ് ബൂത്തിലേക്കാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ എത്തിക്കുന്നത്. കോർപ്പറേഷൻ നഗരസഭാ തലത്തിൽ അതത് സ്ഥാപനാടിസ്ഥാനത്തിലും പഞ്ചായത്ത് തലത്തിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിലുമാണ് വോട്ടിംഗ് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്നത്. സംസ്ഥാനത്താകെ 15,432 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒന്നാം ഘട്ടത്തിലുള്ളത്. നാളെ രാവിലെ 6-ന് മോക്ക് പോളിംഗ് നടത്തിയ ശേഷമായിരിക്കും 7-ന് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുക. 36,630 സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 7ാം നാളും പ്രതിസന്ധി ഒഴിയാതെ ഇൻഡിഗോ ഇന്ന് 450ഓളം വിമാന സർവീസുകൾ റദ്ദാക്കി. വിമാന പ്രതിസന്ധിയിൽ അടിയന്തരമായി ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്ന് ഇൻഡിഗോ അവകാശവാദം ഉന്നയിക്കുമ്പോഴും 450-ലധികം വിമാന സർവീസുകളാണ് ഇന്നും രാജ്യത്ത് റദ്ദാക്കിയത്. ഡൽഹിയിൽ 100-ലധികം വിമാനങ്ങളും തിരുവനന്തപുരത്ത് 4 സർവീസുകളും റദ്ദാക്കി. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പ്രതിഷേധവും തുടരുകയാണ്. വ്യോമയാന മന്ത്രിക്ക് ലുക്കൌട്ട് നോട്ടീസ് കൊടുക്കേണ്ട സ്ഥിതിയാണെന്ന് പി സന്തോഷ് കുമാർ എം പി മീഡിയ ഓണിനോട് പ്രതികരിച്ചു. ഈ രാജ്യത്തിനാകെ നാണക്കേടാണ് ഈ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി എന്ന് പറയുന്നത്. ഈ 2 മന്ത്രിമാരെവിടെ പോയി എന്ന് അവർക്ക് ലുക്കൌട്ട് നോട്ടീസ് കൊടുക്കേണ്ട സ്ഥിതിയായിരിക്കുന്നു. കാരണം ഇത്രയും ദിവസമായിട്ട് പാർലമെന്റ് സമ്മേളിക്കുകയാണല്ലോ. 1-ാം തീയതി മുതൽ അത് ആരംഭിച്ചു. ഈ ക്രൈസിസ് ആരംഭിച്ചിട്ട് ഇതുവരെ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസ്താവന സഭയിൽ നടത്താൻ അവരാരും സന്നദ്ധമായിട്ടില്ല. അതേസമയം DGCAയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് ഇൻഡിഗോ ഇന്ന് മറുപടി നൽകും. ഇന്നലെ മറുപടി നൽകാനുള്ള സമയം DGCA നീട്ടി നൽകിയിരുന്നു. അതിനിടെ വിമാന പ്രതിസന്ധി അടിയന്തരമായി പരിഗണിക്കുവാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. വിഷയത്തിൽ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. മീഡിയ 1, ഡൽഹി. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷിക ചർച്ച പാർലമെന്റിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. മാതൃരാജ്യത്തിന്റെ പാരമ്പര്യമാണ് വന്ദേമാതരമെന്ന് മോദി പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് വന്ദേമാതരത്തിനെതിരായി ഒത്തുതീർപ്പ് ചെയ്തു. കോൺഗ്രസ് മുസ്ലിം ലീഗിന് മുൻപിൽ രാഷ്ട്രീയ അഭിമാനം പണയം വെച്ചു. രാജ്യം വിഭജിക്കാൻ കൂട്ടുനിന്നു. നെഹ്റു വന്ദേമാതരത്തെ തകർക്കാൻ ശ്രമിച്ചു. അവസരവാദ രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റേതെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ലോക്സഭയിൽ 10 മണിക്കൂറാണ് ചർച്ച നീണ്ടുനിൽക്കുക. മലപ്പുറം എടക്കര മൂത്തേടത്ത് സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. മൂത്തേടം പഞ്ചായത്ത് 7-ാം വാർഡിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വട്ടത്ത് ഹസീനയാണ് മരിച്ചത്. ഇന്നലെ പകൽ വാർഡിൽ വോട്ട് അഭ്യർത്ഥിക്കുകയും രാത്രി കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വീട്ടിലെത്തിയ ഹസീന കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ എടക്കരയിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പായിമ്പാടം അങ്കണവാടി അധ്യാപികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോളിംഗ് ബൂത്തുകളിൽ സുരക്ഷയൊരുക്കാൻ MVD ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനുള്ള ഉത്തരവ് തിരുത്തി മോട്ടോർ വാഹന വകുപ്പ്. MVD ഉദ്യോഗസ്ഥരെ പോളിംഗ് ബൂത്ത് സുരക്ഷയ്ക്കായി നിയോഗിക്കില്ല. മീഡിയ 1 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. തൃശൂരിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ മരണം. വെള്ളിക്കുളങ്ങര ചായപ്പൻകുഴി സ്വദേശി സുബ്രനാണ് മരിച്ചത്. രാവിലെ 6 മണിയോടെയാണ് സംഭവം. ഹാൽ സിനിമയ്ക്കെതിരായ സെൻസർ ബോർഡിന്റെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും അപ്പീലിൽ വിധി പറയാൻ മാറ്റി. അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയും. അഹമ്മദ് മുജ്തബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജ്തബ, ഇനിയിപ്പോൾ അപ്പീലിൽ വിധി പറയുന്നത് ഡിവിഷൻ ബെഞ്ചാണ്. എപ്പോഴത്തേക്കാണ് ഈ വിധി പറയാൻ മാറ്റിയത്?
2 ദിവസത്തിനകം ഈ കേസുമായി ബന്ധപ്പെട്ട വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ കത്തോലിക്ക കോൺഗ്രസും സെൻസർ ബോർഡും ഉൾപ്പെടെ നൽകിയ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. ആ വിഷയത്തിൽ ഇന്ന് വാദം കേൾക്കുകയും വാദം പൂർത്തിയാക്കുകയും വിശദമായ ഉത്തരവിന് വേണ്ടി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ കോടതി ഹർജിക്കാരോട്, പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകളോട് കോടതി ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞതുപോലെയല്ലല്ലോ ഇതിവൃത്തം. സിനിമ കണ്ടപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങൾ അതിനകത്ത് കാണുന്നില്ലല്ലോ. ലവ് ജിഹാദ് സംഭവങ്ങൾ എന്ന പേരിൽ ചില കേസുകളും ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്നതുൾപ്പെടെയുള്ളതായിരുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന്. പക്ഷേ ചിത്രത്തിന്റെ അന്തിമ സന്ദേശം അപ്പീലിൽ ഹർജിക്കാർ വാദിക്കുന്നത് പോലെയല്ലല്ലോ. ചില കേസുകൾ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബന്ധിപ്പിക്കേണ്ടതില്ലല്ലോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് സിനിമയ്ക്ക് അനുകൂലമായി നേരത്തെ സിംഗിൾ ബെഞ്ച് സിനിമ കണ്ട ശേഷമാണ് ഹാൽ സിനിമയ്ക്ക് ഒരു അനുമതി നൽകുന്നത്. പ്രത്യേകിച്ച് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ ഞങ്ങൾ ഇന്ന ഭാഗങ്ങൾ മാറ്റിക്കൊള്ളാമെന്ന് പറയുകയും ആ അടിസ്ഥാനത്തിൽ മാറ്റുകയും ചെയ്ത ചില വിഷയങ്ങളാണ് സിംഗിൾ ബെഞ്ച് ശരിവെക്കുകയും അതിനനുസരിച്ച് രണ്ടാമതൊരു അപേക്ഷ കൊടുത്ത് വീണ്ടും ആ വിഷയം പരിഗണിക്കാൻ സെൻസർ ബോർഡിനോട് നിർദ്ദേശം നൽകുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് കത്തോലിക്ക കോൺഗ്രസ് ആളുകൾ സിംഗിൾ ബെഞ്ച് വിധിയിൽ പിഴവുണ്ട്, അത് റദ്ദാക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഡിവിഷൻ ബെഞ്ചിൽ പോകുന്നു. പിന്നാലെ സെൻസർ ബോർഡും ഇതേ ആവശ്യം ഉന്നയിച്ച് കോടതിയിൽ എത്തുകയും ചെയ്തു. പക്ഷേ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഈ അപ്പീലിൽ തീരുമാനമെടുക്കുന്നതിന് പ്രത്യേകിച്ച് സാധാരണഗതിയിൽ സിംഗിൾ ബെഞ്ച് സിനിമ കണ്ടാൽ ഞങ്ങൾ വീണ്ടും കാണേണ്ടതില്ല. കാര്യം അങ്ങനെ ഈ കോടതിയുടെ ഒരു ജഡ്ജി കണ്ട സിനിമയാണ്, അതിനനുസരിച്ചായിരിക്കും തീരുമാനം ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ വീണ്ടും ഇതേ അഭിപ്രായം തന്നെ രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ വീണ്ടും സിനിമ കാണുകയാണ്. അങ്ങനെ ഡിവിഷൻ ബെഞ്ച് 2 ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള സംഘം വീണ്ടും, അതായത് നേരത്തെ സിംഗിൾ ബെഞ്ചിന് പുറമെ വീണ്ടും 2 ജഡ്ജിമാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലെ ജസ്റ്റിസ് സുശ്രുത് ധർമാധികാരി ഉൾപ്പെടെയുള്ള അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സിനിമ കണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ ചില കോടതികൾ നന്നായി സിനിമ ആസ്വദിച്ചിട്ടുണ്ട് എന്ന്, വളരെ നല്ല സിനിമ എന്ന രൂപത്തിൽ നേരത്തെ തന്നെ ജഡ്ജിമാർ ഈ വാദത്തിനിടയിൽ കമന്റ് പറയുകയും ചെയ്തിരുന്നു, വാക്കാലുള്ള നിരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ഈ വാദത്തിനിടെ കോടതി അതേ വിഷയങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഈ സിനിമയുടെ അന്തിമ സന്ദേശം നൽകുന്നില്ലല്ലോ. അന്തിമ സന്ദേശമാണ് ഒരു സിനിമയുടെ ആകത്തുക എന്ന് പറയുന്നത്. അതിനകത്ത് അങ്ങനെ പ്രശ്നങ്ങൾ കാണുന്നില്ലല്ലോ. മാത്രമല്ല CBFCയോടും ചില ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് നൽകാൻ കാരണമായ ചില വിഷയങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് CBFC പറയുന്നത്. അത്തരം വിഷയങ്ങൾ ഇതിനകത്ത് കാണുന്നില്ലല്ലോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എന്തായാലും ജഡ്ജിമാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വാദം പൂർത്തിയായി ഇനി ഒരുപക്ഷെ 1-2 ദിവസത്തിനകം ഈ കേസുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയും വരും. ശരി, അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ നൽകിയത്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അസമിനെതിരെ കേരളം 101 റൺസിന് പുറത്ത്. 23 റൺസ് എടുത്ത രോഹൻ കുന്നുമലാണ് കേരളത്തിന്റെ ടോപ്പ് സ്കോറർ. അസമിനായി സാദിഖ് ഹുസൈൻ 4 വിക്കറ്റ് വീഴ്ത്തി.